വാൽപ്പാറ വാഹന ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിടചൊല്ലി. 7 പേരുടെ ഖബറടക്കം വിവിധ മഹല്ലുകളിൽ പൂർത്തിയായി. നമ്മുടെ ഈ 12 ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ അടുത്ത് നിയമിക്കപ്പെട്ട 2 ആളല്ലാത്തവരൊക്കെ ദയവ് ചെയ്ത് മരണമായി സ്കൂളിൽ പന്തലിലുമായിട്ട് നമുക്ക് വേണ്ടി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സ് സേവനം അനുഷ്ഠിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ബോഡികൾ ഇറക്കിയ ആംബുലൻസുകൾക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ലാസ്റ്റ് ഭാഗത്ത് പാർക്കിങ്ങുകളുടെ സൗകര്യം ഒരുക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ അവസാന നോക്കു കാണാൻ വിങ്ങലോടെ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. മജീദ്, ഭാര്യ റുക്കിയ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചകത്തൊഴിലാളി സാജിദയുടെയും സംസ്കാര ചടങ്ങുകൾ പാങ് വലിയ ജുമാത്ത് പള്ളിയിലും സുഹറയുടെയും മകൻ ഷിഹാമിന്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലും നടന്നു. സ്കൂളിലെ പ്രധാനാധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും ആശയുടേത് കൊളത്തൂരിൽ വീട്ടുവളപ്പിലുമാണ് നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്കാണ് പൊതുദർശനം നടന്ന അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാക്ഷിയായത്. തങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന അധ്യാപകരുടെ ചേതനയറ്റ മടങ്ങിവരവിൽ പാങ് LP സ്കൂളിലെ കുരുന്നുകൾ കണ്ണീരണിഞ്ഞ കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ഒരു നാടിനെ നയിച്ച അധ്യാപകരെ അവസാന നോക്കു കാണാൻ ഉറ്റവരും നാട്ടുകാരും പൊതുദർശനം നടക്കുന്ന സ്ഥലത്തെത്തി. പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകിട്ട് 5:20-നാണ് വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ മരിച്ച പാചകത്തൊഴിലാളിയായ സാജിദയുടെ മകൻ ഷഹദീൻ മുഹമ്മദ്, സ്കൂൾ ഡ്രൈവർ കുന്നക്കാവ് സ്വദേശി നൌഷാദ് അലി, ടൂറിസ്റ്റ് വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫായിസ് എന്നിവരാണ് കോയമ്പത്തൂരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അപകടത്തിൽ മരിച്ച ഷക്കീനയുടെ മകൻ മസ്നീനെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. CCN മലപ്പുറം.